അടുത്തതായി ശ്രീ PI വാസുദേവൻ നമ്പൂതിരി മാസ്റ്റർ. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നരിക്കുനി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് ജൗഹർ പൂമംഗലം, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കുന്നമംഗലം MLA PT റഹീം സാഹിബ്, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തിലെ സജീവ സാന്നിധ്യങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത്, അതിലും പ്രത്യേകിച്ച് ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഉന്നത കോച്ചിങ് രംഗത്ത് വളരെ നല്ല രീതിയിൽ വളരെ യശസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി കാറ്റലിസ്റ്റ് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. മറ്റു പല സ്ഥാപനങ്ങളും പെരുപ്പിച്ച കണക്കുകൾ അവകാശവാദമായി മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ നേട്ടങ്ങൾ മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് ഒരു പ്രസിദ്ധീകരണ പരിവേഷമില്ലാതെ വളരെ മാന്യമായ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ മുൻ പ്രാസംഗികന്മാർ സൂചിപ്പിച്ചതുപോലെ വളരെ അച്ചടക്കമുള്ള, അതേപോലെ അർപ്പണ ബോധത്തോടു കൂടി കുട്ടികളെ വാർത്തെടുക്കുന്ന അധ്യാപകരുടെ ഒരു നിര തന്നെ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ കാറ്റലിസ്റ്റിന് വളരെ സജീവമായ നേതൃത്വം കൊടുക്കുന്നത് എൻ്റെ പ്രണേതാവും പ്രയോക്തവുമായ ശ്രീ രൂപേഷ് മാഷാണ്. സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു നിർണായക ഘട്ടങ്ങളിലും അദ്ദേഹത്തെ ഒരു ആതുര സേവന പരിപാടിയുമായി സംവിധാനവുമായി സമീപിക്കുമ്പോഴും അല്ലെ മറ്റ് എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സമീപിക്കുമ്പോഴും ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ആവശ്യം മനസ്സിലാക്കി, നമ്മൾ പറയുന്നത് പോലെ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയുന്നത് പോലെ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സഹായിക്കാൻ സദാ സന്നദ്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ യശസ്വരീയനായ പിതാവ് ശ്രീ കേളുക്കുട്ടി അവരുടെ നാമധേയത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനത്തിനും അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ട്രസ്റ്റിൻ്റെ രൂപീകരണവും അതിൻ്റെ ലോഗോ പ്രവേശനവുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, സാമൂഹ്യ രംഗത്തും സമൂഹത്തിലൊക്കെ തന്നെ ധാരാളം രോഗികൾ, അതേപോലെ കഴിവുണ്ടായിട്ടും ബുദ്ധിയുണ്ടായിട്ടും മാർക്ക് കിട്ടിയിട്ടും ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമായ പ്രയാസം കൊണ്ടും പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ ട്രസ്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ രൂപേഷ് മാഷ് കഴിഞ്ഞ് നല്ല സഹായം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾക്കറിയാം. ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഓർമ്മിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പല വിമർശനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചെറിയ രാമായണത്തിലെ ഒരു കഥയാണ്. ഗാണ്ഡവ വനം, നിങ്ങൾക്കറിയാം, ഗാണ്ഡവ വനം കത്തിയെരിയുമ്പോൾ ആ വനത്തിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടാൻ വേണ്ടി ജീവികളും തക്ഷകൻ ഉൾപ്പെടെയുള്ള സർപ്പങ്ങളും ഒക്കെ ജീവരക്ഷാർത്ഥം ഓടുക. അപ്പം ഈ ഓടുന്ന സന്ദർഭത്തിൽ ഈ വനം കത്തിയിരിക്കുന്ന സമയത്ത് ഇതിനെ കെടുത്താൻ കഴിവുള്ള മഴയുടെ ദേവനായ വരുണനും അതേപോലെ ഇത് കത്തിക്കുന്ന അഗ്നിയും ഇങ്ങനെ നിന്ന് ഇരിക്കുകയാണ്. അപ്പം വരുണന് വേണമെങ്കിൽ ഒരു മഴ പെയ്യിച്ചാൽ ഇത് കെടുത്താൻ കഴിയും. പക്ഷേ അത് ചെയ്യാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ വനത്തിൽ നിന്ന് ഒരു പക്ഷി എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്തുള്ള ഒരു പൊയ്കയിൽ പോയിട്ട് തൻ്റെ ചിറക് അതിൽ മുക്കി ഈ ആളിപ്പടരുന്ന വനത്തിൻ്റെ ഈ അഗ്നിജ്വാലകൾക്ക് മുമ്പിൽ ചിറക് ഇങ്ങനെ കുടയുക. വീണ്ടും അത് അങ്ങോട്ട് പോകുന്നു, അതിങ്ങോട്ട് തിരിച്ചു വരുന്നു. അതിൻ്റെ പേര് ജരിത എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പം അതിനെ പരിഹസിക്കുന്നു വരുണൻ. നിൻ്റെ ഈ ചിറകിൽ വരുന്ന ഈ ഒരു തുള്ളി വെള്ളം കൊണ്ട് എന്താണ് ഈ അഗ്നിയെ കെടുത്താൻ കഴിയുമോ? ഇത് വീണ്ടും വീണ്ടും കത്തുകയല്ലേ, നീ എന്ത് വിഡ്ഢിത്തമാണ് എന്ന് ചോദിച്ചപ്പോൾ
അത് പറഞ്ഞു, ഇതെനിക്ക് കഴിയില്ല എന്നെനിക്കറിയാം. ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള നിങ്ങളൊക്കെ ഇത് നോക്കിയിരിക്കുമ്പോൾ, ഇതിനെ പ്രോത്സാഹിക്കുമ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചിറകിൽ നിന്ന് ഉള്ള ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒരു ജ്വാലയെങ്കിലും കെട്ടാൽ ഞാൻ അതിൽ കൃതാർത്ഥനാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ പ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 1-2 പ്രാവശ്യം കൂടി കഴിഞ്ഞപ്പം അത് ഈ അഗ്നിയിൽ വെന്ത് മരിക്കുക. അപ്പം അതേപോലെ നമ്മൾ പറയുന്നത്, ഇങ്ങനെ ഈ സാമൂഹ്യ രംഗത്തൊക്കെ ചെയ്യാൻ കഴിവുള്ള എത്രയോ ആളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമ്പത്തിക ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാൻ കഴിവുള്ള എത്രയോ ആളുകൾ ഇതൊന്നും ചെയ്യാതെ ഇതിനെ നോക്കിക്കാണുന്ന സന്ദർഭത്തിലാണ് രൂപേഷ് മാഷെ പോലെ ഉള്ള ആളുകൾ ഈ ഒരു മനോഭാവത്തോടു കൂടി ഇതിന് രംഗത്തേക്ക് തിരിച്ചു വന്നത് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനയോടുകൂടിയുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കാറ്റലിസ്റ്റിൻ്റെ പ്രിയപ്പെട്ട ശ്രീ ഇല്യാസ് ക. ഏറ്റവും അനുഗ്രഹീതമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട നരിക്കണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ, വേദിയിലുള്ള ഏറ്റവും ആദരണീയരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാർ, കാറ്റലിസ്റ്റ് ഒരു പുതിയ സംരംഭം കൂടി ആരംഭിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഒരുപാട് കാര്യങ്ങളിൽ കാറ്റലിസ്റ്റുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രൂപേഷ് മാഷയെ സംബന്ധിച്ചിടത്തോളം നരിക്കുനിയുടെ പൊതുരംഗത്ത് പ്രത്യക്ഷമായല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നടക്കുന്നതെന്നുള്ളതിനപ്പുറം നരിക്കുനിയിൽ പൊതുവായി നടക്കുന്ന എല്ലാ പരിപാടികളും, അത് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നതായാലും വിവിധ തലങ്ങളിലുള്ള ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്നതായാലും നരിക്കുനിയുടെ ഒരു പൊതു മുഖമായി നിൽക്കുന്ന എല്ലാ പരിപാടികളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും അതെ. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, ഒരുപാട് വർഷങ്ങളായി ഇവിടെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. വലിയ പ്രചരണം നടത്താതെ തന്നെ ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ കയറി വരുന്ന ഒരു സ്ഥാപനമാണിത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ നേരത്തെ രാജേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്യാറില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും പല ആളുകളും, എനിക്ക് ഓർമ്മയുണ്ട്, മടവൂരിലെ ഒരു പ്രമുഖ വ്യക്തിയുടെ കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ എൻ്റെ അടുത്ത് മാഷോട് ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ആ വിഷയത്തിൽ രൂപേഷ് മാഷെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ബന്ധപ്പെടലിൻ്റെ ആവശ്യമില്ല. അതങ്ങനെ ഒരു അച്ചടക്ക നടപടി ഒരു കുട്ടിയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ മതിയായ കാരണമുണ്ടാകും എന്ന് അദ്ദേഹത്തോട് ഞാൻ മാഷോട് വിളിച്ചു വരെ അന്വേഷിച്ചിട്ടില്ല. അല്ലാതെ മറുപടി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നരിക്കനിക്കാരുടെ ഒരു പൊതുബോധ്യമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ ബാലുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യയായ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ ഉണ്ണികുളത്തുനിന്ന് വന്ന വി രാജേട്ടനും ഒക്കെ ഇവിടെ സംസാരിച്ചപ്പോൾ നമ്മളൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കിയാണ്. കാരണം ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ള സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു അന്തസ്സത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മളതിലൂടെ മനസ്സിലാക്കിയാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്ത് നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി അവരുടെ കുടുംബം അതോടൊപ്പം സ്ഥാപനവും ചേർന്ന് ഒരുക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനവും ലോകോപ്രകാശനവും അതിൻ്റെ ആദ്യഘട്ട സഹായ വിതരണമൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം രൂപേഷ് മാഷാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെ അത് വളരെ ഭംഗിയായി കൃത്യമായി അതിൻ്റെ കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ആശങ്കയില്ല. അത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാറ്റലിസ്റ്റ്
ഉയർന്നു നിൽക്കുന്നത് പോലെ തന്നെ ആ ട്രസ്റ്റിനും പ്രവർത്തന മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.